ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഡേ 30 ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ബിക്കാനീർ എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നമ്മുടെ നാട്ടിലെ ദോശ പിന്നെ സാമ്പാർ എല്ലാം ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്താണ് അമ്മ. അപ്പോൾ കഴിച്ചു തരാം. ഓക്കെ ഗായ്സ് ബൈ. നമ്മുടെ യാത്ര കൂടെ സ്റ്റാർട്ട് ചെയ്തു. നമസ്കാരം. അപ്പോ ഞങ്ങൾ ഇന്ന് 13ാമത്തെ ദിവസമാണ്. ഞങ്ങളിപ്പോ രാജസ്ഥാനിലെ ഒരു എന്റെ ടെനോട്ട് അമ്പലം, അതായത് പാകിസ്ഥാൻ അതിർത്തി വരെ പോയി അവിടുന്ന് തിരിച്ച് ഇനി വീണ്ടും ബിക്കാനോർ പോവാണ്. ബിക്കാനോർ എലികളുടെ അമ്പലം. എലികളാണ് അവിടെ കൂടുതൽ. 2500 എലികളുണ്ടെന്നാണ് പറഞ്ഞത്. അവിടുന്ന് അമൃത്സർ ഇനി 305 കിലോമീറ്ററിലൂടെ നമുക്ക് യാത്ര ചെയ്യണം ബിക്കാനോറിൽ എത്തണമെങ്കിൽ. അത് ഏകദേശം ഈവനിങ് ആവും അവിടെ എത്തുമ്പോ. അപ്പോ ഞങ്ങളുടെ തിരിച്ചുള്ള യാത്രയാണ്. പട്ടാള ക്യാമ്പുകളും ഒക്കെ കണ്ടു, അമ്പലം കണ്ടു, ജയ്സൽമീർ കണ്ടു. താങ്ക് യു. അപ്പോ ജയ്സൽമീറിന് വിട പറയുന്നു. നമ്മൾ ഈ യാത്രയിൽ നമുക്കൊരു ടൈം പാസ്സാണ് ഈ മനോജങ്ങള്. അപ്പൊ അങ്ങനെ അച്ഛൻ ഡ്രൈവ് ചെയ്യുമ്പോ ഫോണൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ പോവാണ്. കണ്ടാ പക്ഷെ പാർക്ക് ലൈറ്റ് കത്തുന്നില്ല. പാർക്ക് ലൈറ്റ് അല്ല ഇതാണ് നമ്മുടെ ടൈം പാസ്. ഇവിടെ ഒട്ടകത്തിന്റെ കുട്ടികളാണ്. ചെറിയ ചെറിയ ഒട്ടകളെ ഫുള്ളും ഉണ്ടോ പോണത്. റോഡ് ക്രോസ് ചെയ്യുന്ന ചാനോ ഒട്ടകത്തിന്റെ കുട്ടികള് വലിയ ഒട്ടകളുടെ ഓരോ തരത്തിലുള്ള ഓരോ സൈസുകളാട്ടോ. അതൊക്കെ ഏറ്റവും വലുതാണിത്. പുറത്തൊരാള് ഞങ്ങളത് ഫുഡ് കഴിക്കാൻ നിർത്തിയാണ്. എല്ലാം സെറ്റാണ്. പ്ലേറ്റ് എവിടെ അമ്മ? ഫുഡ് സാമ്പാർ, ചോറ്, അച്ചാറ്. കാര്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. ചെറിയ ഇന്നിപ്പോ നമുക്കൊരു നോർമൽ ടൈപ്പ് ഫുഡാണ്. ശരി കമാൺ. കണ്ടോ ഗൈസ്, വഴിയിൽ മുള്ളമ്പഴം കണ്ടപ്പോ അത് പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. കാൽമ മുള്ളും കുത്തിട്ട് തിരിച്ചു വന്ന് വരുന്നുണ്ട് പോയേക്കാൾ സ്പീഡില്. അപ്പൊ ഗൈസ് നമ്മളെ ബിക്കാനീർ യാത്രയില് നമ്മുടെ എക്സ്പ്രസ് ഹൈവേയില് കയറിക്കാണ്. ഈ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റേഴ്സ് ഓൾമോസ്റ്റ് ഉണ്ട് നമുക്ക് ബിക്കാനീരിലേക്ക്. നമ്മൾ റെഡ് ടെമ്പിളിൽ പോയിട്ട് ഇവിടെ നേരെ ബിക്കാനീർ പോകാൻ പ്ലാൻ ചെയ്യണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ കാണാം. ബൈ. നമ്മൾ പോണ റോഡ് ഫുൾ സ്ട്രെയിറ്റ് റോഡാണ്. ഗുജറാത്ത് മുതൽ പഞ്ചാബ് വരെ സ്ട്രെയിറ്റ് റോഡാണ്. ഒരു 1000 കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മള് പഞ്ചാബിലല്ല, രാജസ്ഥാനിലെ എലിയുടെ അമ്പലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഗൈസ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ടെമ്പിള്, ശ്രീമാതാ ടെമ്പിൾ ബിക്കാനീർ. ഇതാണ് ഇവിടുത്തെ എലിയുടെ റാറ്റിന്റെ ടെമ്പിൾ ഇവിടുത്തെ കേട്ടോ. നമ്മളിങ്ങനെ ഫുള്ള് എലിയ ടൈപ്പാണ് കാണിച്ചതാ. ഫുള്ളെലികളാണ് വേണ്ട. അപ്പൊ നമ്മുടെ ഷോപ്പിങ് ജസ്റ്റ് ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കാനായിട്ട് പോവാണ് ഷോപ്പുകളിൽ. അപ്പൊ നേരെ പോകുമ്പോ ഞാൻ അവിടെ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. കാരണം ഇവിടുത്തെ ഓരോ ഷോപ്പ് തൊട്ടാണ്ടാ വളകള്, കാര്യങ്ങള്, കളിപ്പാട്ടങ്ങള്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വളകളാണ് മെയിനായിട്ട് ഇവിടെ കൂടുതലുള്ളത്. ചായ കുടിക്കാൻ ചേട്ടാ, ഇഞ്ചി ചായയാണ്. അവരെ കടികളും കാര്യങ്ങളൊക്കെ ഇവിടെ
ചായ കുടിക്കാൻ കേട്ടോ, ഇഞ്ചി ചായയാണ്. അവരെ കടികളും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇവിടുത്തെ വേറെ പ്രത്യേക കേട്ടോ, കണ്ടോ ചായ ഗ്ലാസ്സാണിത്, മണ്ണിന്റെ ഗ്ലാസ്സാണ്. മണ്ണിന്റെ ഗ്ലാസ്സാണ് അവിടെ ചായ കൊടുക്കുക, 1 ടൈം യൂസ് ചെയ്യും. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്നു കാലുകുത്തി, അതുവരെ നല്ല ചൂടുള്ള സ്ഥലം ഇപ്പൊ നല്ല മഴയുള്ള സ്ഥലമായി മാറിയിട്ടുണ്ട്. അസല് മഴ പെയ്തോണ്ടിരിക്കും. അവിടെ പുറത്തേക്ക് ഇറങ്ങിയതൊന്ന് ജസ്റ്റ് മഴ പെടുകയും ചെയ്തു. അപ്പൊ നമ്മള് ഒരു ബിക്കാനി എന്നുള്ള സ്ഥലത്തെത്തി. ഒരു രാംപുരി ഹവാലി കൊണ്ട് സംഭവമുണ്ട്, അപ്പൊ അത് കാണാൻ വേണ്ടി പോവാട്ടാ. എന്താ അടച്ചിട്ടോ എന്താണെന്ന് അറിയില്ല, സംഭവം എന്താണെന്നൊന്നും അറിയില്ല. പോയി തന്നെ നമുക്ക് ബാക്കി വിശ്വസം കാണാം. ഇതാട്ടോ നമ്മുടെ ഈ സംഭവം ഹവാലി എന്ന് പറഞ്ഞിട്ട് എന്താ ഹവാ മഹൽ. ഇതാണ് സാധനം ഹവാലി, കണ്ടോ ഈ കാണുന്ന സാധനം അടുത്ത. ഇതാട്ടോ ഇവിടെ സംഭവം കണ്ടില്ലേ, ഭയങ്കര ഫോട്ടോ ഫ്രെയിമിങ് ആയിട്ടുള്ള ഫുള്ള് സ്ഥലങ്ങളാട്ടോ. ഈ സാധാ ബിൽഡിംഗ് ആണ്, ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം. ഇതാണ് ഇവിടെ നടക്കുമ്പോ സൂക്ഷിക്കണം, അച്ഛന്റെ ഷർട്ടിന് പ്രാവ് തോന്നി. സ്നേഹമുള്ള ഭാര്യയുണ്ട്, ഭാര്യ ടിഷ്യൂ ഉള്ളതുകൊണ്ട് തുറച്ചെടുത്തു, ഡ്രസ്സോട് തുറച്ചില്ല. ഇവിടെ മുകളില് നിറച്ച് പ്രാവായ തന്നെ. നമ്മളിത് ഇവിടെ മസാലപ്പൊരി, ബേൽപ്പൂരി, പാനിപ്പൂരി ഒക്കെ കഴിക്കാൻ വന്നിക്കാണ്. നമ്മളെല്ലാരും ഉണ്ട്. ബേൽപ്പൂരി ആട്ടോ. അപ്പൊ ഞാനും കുട്ടനും കൂടിയും അമ്മണിയും കൂടിയാണ് ഇത് യുദ്ധത്തിന് ഇറങ്ങുന്നത്. ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്. ഇതെങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നമുക്ക് അറിയില്ല, എന്തായാലും ടേസ്റ്റ് നോക്കിട്ട് വരാം. എങ്ങണ്ട് അവിടുത്തെ പാനിപ്പൂരി, അത് ബേൽപൂരിയാണ്. സ്പെഷ്യൽ എന്താണ് പപ്പടത്തിന്റെ എന്തൊക്കെ ഇട്ടിട്ടുള്ളതാണ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അമ്മ ഓർഡർ ചെയ്താണ് സാധനം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് പരിപ്പാന്നുകൊണ്ട് അതിന്റെ മുകളിൽ വയ്ക്കുന്നിട്ടാ നോട്ടം തന്നെ. എങ്ങനെയുണ്ട് 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 അമ്മ? അപ്പൊ നമ്മുടെ ഇന്നത്തെ നൈറ്റിലെ ഡിന്നർ നമ്മൾ പുറത്തുനിന്നാക്കി വെച്ചിട്ടാണ്. വരണക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ്, വെജ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ കൂടുതൽ ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് നോർത്ത് ഭാഗത്തേക്ക് വന്നിട്ട് ഓരോരുത്തരും വെജാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ വെജ് റെസ്റ്റോറൻറ്റ് വന്നു. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഫുഡ് വന്നിട്ട് നമുക്ക് ബാക്കിയാണ്. ഓക്കെ, നമ്മൾ സൂപ്പർ മാർട്ടിക്ക് വന്നിട്ടാണ്. ഡി മാർട്ട് പർച്ചേസിനായിട്ട് അമ്മതെ നടന്നത് ടെസ്റ്റ് ചെയ്യേണ്ടവരെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നടത്താം. അപ്പൊ ഇനി ഇവിടുത്തെ ഡി മാർട്ടിലെ ബാക്കി കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട്, അപ്പൊ പർച്ചേസ് വരാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. നമ്മള് സൂപ്പർ മാർട്ടിക്ക് വന്നിട്ടാണ്. ഡി മാർട്ട് പർച്ചേസിനായിട്ട് അമ്മതെ നടന്നത് ടെസ്റ്റ് ചെയ്യേണ്ടവരെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നടത്താം. അപ്പൊ ഇനി ഇവിടുത്തെ ഡി മാർട്ടിലെ ബാക്കി കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട്, അപ്പൊ പർച്ചേസ് വരാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ നൈറ്റിലെ ഡിന്നർ നമ്മൾ പുറത്തുനിന്നാക്കി വെച്ചിട്ടാണ്. വരണക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ്, വെജ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ കൂടുതൽ ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് നോർത്ത് ഭാഗത്തേക്ക് വന്നിട്ട് ഓരോരുത്തരും വെജാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ വെജ് റെസ്റ്റോറൻറ്റ് വന്നു. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഫുഡ് വന്നിട്ട് നമുക്ക് ബാക്കിയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് ഇവിടെ നിന്നുണ്ടോ, ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരിയൻ, പിന്നെ അവിടെ റൊട്ടി, പിന്നെ ഡാല്, ഇതൊക്കെയാണ് നമ്മുടെ എന്താ ഫുഡ് കിട്ടുക. അപ്പോൾ കഴിച്ചിട്ട് തരാം. ബൈ ബൈ. അപ്പോൾ ഗൈസ് നമ്മുടെ ഡേ 30 കഴിഞ്ഞു. ഡേ 40 നാളെ കാണാം. കുറച്ച് അമൃത്സറിലുള്ള യാത്ര, പഞ്ചാബ് ബോർഡർ വാഗ, കുറച്ച് യാത്രയാണ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്.